ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വൺ ഡേ ടൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ കാസർഗോഡുള്ള ബേക്കൽ ബീച്ചിലാണ് ഉള്ളത്. അതിൻ്റെ എൻട്രൻസുള്ള വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടത്തേക്ക് പോയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം, ഒന്ന് കടലിലൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് അടിച്ചു പൊളിച്ച് വരാമെന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ആ പോകുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ നമ്മൾ കണ്ടെന്താണെന്ന് വെച്ചാൽ പെറ്റ്സിൻ്റെ ഒക്കെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതിനുള്ളിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടൊക്കെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ. ചെറുതൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു പാർക്ക് തന്നെയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയത്ത് ചില്ലേഴ്സൊക്കെ നടക്കാൻ വേണ്ടി പറ്റിയ വലിയൊരു പാർക്ക് തന്നെയാണ്. ഒരുപാട് മരങ്ങളും ചെടികളും കെട്ടിടങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഏരിയ അത് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഇപ്പോൾ ഒന്നാമത് ബീച്ച് ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരും അതുപോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ആൾക്കാർ പണിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഓരോ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്നിരുന്നിപ്പോൾ അതിൻ്റെ ഏകദേശം നടുവിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ട് അവിടെ കിഡ്സ് പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അവിടെ മറ്റേ നമ്മൾ കുട്ടികളൊക്കെ മുകളിലൊക്കെ ചാടി കയറി തുള്ളുന്ന സാധനമില്ലേ, അതുപോലെ തന്നെ സീസോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളത്തിൽ ചെറിയ ബോട്ട് പോലെയായിട്ട് കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് തന്നെ കറങ്ങി കളിക്കേണ്ട അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും ഇവിടെ പോയി കഴിഞ്ഞാൽ. എന്താ നമ്മളെ കടലിൻ്റെ വ്യൂ കണ്ട എന്തൊരു ഭംഗിയെന്ന് റെഫറൻസ്, നല്ല പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. എന്തൊരു രസമാണ്, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഉണ്ടല്ലേ ഈ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ക്യാമലിനെയാണ്. 2-3 ക്യാമലുണ്ടായിരുന്നേ. എന്താ ക്യാമലിപ്പോൾ അവിടെ കുറേ ആൾക്കാർ കുട്ടികളൊക്കെ കയറ്റിയിട്ട് പോകാനുള്ള റൈഡിങ്ങുള്ള ഒരുക്കത്തിലുള്ളത്. അതിനെ അടുത്തുനിന്ന് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവേ, നല്ല ഹൈറ്റ് ഉണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ ഏത് സമയം ഇങ്ങനെ ചാച്ചുകൊണ്ടേ ഇരിക്കുക, ചവച്ച് ഇങ്ങനെ എന്തോ ഇങ്ങനെ അയവർക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. അതിനൊക്കെ കാരണം എന്നൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ച് വെറുതെ എന്തിനാ അപ്പോൾ പൈസ കളയുന്നത്, അപ്പോൾ പിന്നെ തൽക്കാലം അവിടെ കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ആ ഒട്ടകം കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടേ. എന്താ കടലിൻ്റെ സൈഡ് കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് നോക്കിയാട്ടെ. വാവ്, അടിപൊളി. ഈ ഒരു സമയത്ത് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ് ഇവിടെ. നമുക്കധികം ചൂടും അറിയത്തില്ല, അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ ബീച്ചിൽ. അതുകൂടാതെ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു അതിനുള്ളിൽ സ്കൈ ഡൈനിങ് ഒക്കെ ഉണ്ടായിരുന്നേ. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം എന്നാ സംഭവം ഒന്നും എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഞാനിവിടെ വായിച്ച് നോക്കിയായിരുന്നു. മോള് പറഞ്ഞത് ഇത് സംഭവം എന്നാ മനസ്സിലായെന്ന് ചോദിച്ചു എന്നോട്. നമ്മൾ എന്നാൽ കുറേ കസേരയൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സംഭവം പേരൊന്നും വായിച്ച് നോക്കിയിട്ടില്ല. വലിയ ക്രെയിൻ പോലത്തെ സംഭവമൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയാണെന്ന് പറഞ്ഞാൽ സ്കൈ ഡൈനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ക്രെയിനിൻ്റെ അകത്ത് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ അതിൽ ആൾക്കാർ പുള്ളി കഴിഞ്ഞാൽ ഇത് ഉയർത്തി ലിഫ്റ്റ് ചെയ്ത് അവർ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ടോപ്പിലിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ ഡൈനിങ് ടേബിളിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. അത് നല്ലൊരു വൈബായിരിക്കും ശരിക്കും. പക്ഷേ അതിപ്പോൾ ഇതിന് കുറച്ച് കോസ്റ്റ്ലിയൊക്കെയാണെന്ന് തോന്നുന്നു. ഞാനും പിന്നെ അതിലേക്ക് അത്ര മൈൻഡൊന്നും കൊടുത്തില്ല, ഒന്ന് കണ്ട് ആസ്വദിച്ചു അത്രമാത്രം. പിന്നെ നമുക്ക് എല്ലാവർക്കും കാരണം എന്ന് വെച്ചാൽ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കുമല്ലോ, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞതാണ് ഞാൻ ബീച്ചിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അതായത് കടലിൻ്റെ അവിടെ നമ്മൾ കുറേ നമ്മൾ എൻജോയ് ചെയ്തു. എല്ലാവരും പോയി ഈ സ്ഥലം കാണണേ ഫ്രണ്ട്സ്. ഓക്കെ, ബൈ, സീ യു.